Hi friends, it's me Vishnupriya. Welcome to my channel, The Studies Board. If you like my channel, please subscribe to it. Today, let's go through the chapter Basic Concepts of Hospital, 5th part. We have already studied that hospital departments can be classified into medical department, administrative department and supporting department. We have already studied regarding the medical department. Now we are going to study regarding the administration department and its classification and how it works. Okay. The administration department is a unit within an organization responsible for overseeing daily operations and ensuring smooth functioning. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അവരുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ അതെങ്ങനെ നടക്കണോ, അത് എങ്ങനെ അവരുടെ പ്രോപ്പർ ഫങ്ഷനിങ്, അത് ഒരു ഹിൻഡ്രൻസും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അത് എങ്ങനെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാം എന്നുള്ളത് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഹാൻഡിൽസ് വേരിയസ് ടാസ്ക്. എന്തൊക്കെ വരും അതിനകത്ത്? ഇൻക്ലൂഡിംഗ് ദ കമ്മ്യൂണിക്കേഷൻ, റെക്കോർഡ് കീപ്പിംഗ്, ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സപ്പോർട്ട്, കോൺട്രിബ്യൂട്ടിംഗ് ടു ഓവറോൾ എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെ വേണം? അവിടെ കമ്മ്യൂണിക്കേഷൻ വേണം അല്ലേ? നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ വരുന്നത് തൊട്ട് പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുന്നത് വരെ മാത്രമല്ല, ഡിസ്ചാർജ് ആയതിനു ശേഷം നമുക്ക് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പം ഇതെല്ലാം പ്രോപ്പർ കമ്മ്യൂണിക്കേഷനിൽ വരും. പിന്നെ റെക്കോർഡ് കീപ്പിംഗ്, ഒരു പേഷ്യൻ്റ് വരുന്നത് തൊട്ട് ആ പേഷ്യൻ്റ് പോകുന്ന വരെയുള്ള ഡേറ്റ എല്ലാം കീപ്പ് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് വേണം. പിന്നെ അതുപോലെ എന്തൊക്കെ വേണം? ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പം ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ഹാൻഡ്ലിംഗ് അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് സപ്പോർട്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അപ്പം ഹ്യൂമൻ റിസോഴ്സ് സപ്ലൈ പ്രോപ്പർ ആയിരിക്കണം അല്ലേ? ആവശ്യത്തിന് സ്റ്റാഫ് ഇല്ലെങ്കിൽ ഈ പേഷ്യൻസിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഒരു ഹോസ്പിറ്റലിൽ പ്രോപ്പർ നടത്തിപ്പ് നടക്കൂല. കോൺട്രിബ്യൂട്ടിംഗ് ടു ഓവറോൾ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷൻ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ട് ഒരു ഹോസ്പിറ്റൽ ഒരു ഓർഗനൈസേഷൻ എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ്നെസ് ആയിട്ടും വർക്ക് ചെയ്യുള്ളൂ. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്ലാൻ ആൻഡ് ദ റിസൾട്ട്. നമുക്ക് ഒരു പ്ലാൻ വേണം അല്ലേ? ആ പ്ലാൻ ഉണ്ടെങ്കിലേ നമുക്കത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റൂ. പ്ലാൻ ഉണ്ടായാൽ മാത്രം നമുക്ക് റിസൾട്ട് ഉണ്ടാവും? ഇല്ല, പ്ലാൻ വേണം. അതിൽ ആ പ്ലാൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യണം അല്ലേ? അപ്പം ഈ പ്ലാനിൻ്റെയും റിസൾട്ടിൻ്റെയും ഇടയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ ബ്രിഡ്ജ് ചെയ്യുന്ന ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇസ് കൺസിഡേർഡ് ടു ബി ദ ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലേ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്താ പറയുന്നത്? ഹാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയും. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെയോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല എന്തെങ്കിലും കാര്യം നടക്കുമോ? ഇല്ല. ഒരു ഭാഗത്ത് എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണം. ഈ കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പോൾ അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ദ ലെഗ്സ് ആൻഡ് ഹാൻഡ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. വിതൗട്ട് ദെൻ the movement of the hospital is difficult. Okay. The administrative department can be classified into 7 sub-departments. Let's see each of them. Medical record department, front office, materials and purchase department, human resource department, guest and public relation department, finance department and quality control department. അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെന്റ് വേണം. പിന്നെ എന്ത് വേണം? ഫ്രണ്ട് ഓഫീസ് വേണം. കയറി വരുമ്പോൾ നമുക്ക് പേഷ്യൻസിനെ ആണെങ്കിലും ഗസ്റ്റിനെ ആണെങ്കിലും നമുക്ക് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഫ്രണ്ട് ഓഫീസ് വേണം അല്ലേ? അപ്പം പിന്നെന്ത് വേണം? മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനും അത് സൂക്ഷിക്കാനും ഒക്കെ ഉള്ളൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? അപ്പം അതാണ് മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പം അവിടെ പ്രോപ്പർ സ്റ്റാഫിന്റെ സപ്ലൈ വേണം. അപ്പം അതിനെന്ത് വേണം? നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് വേണം. പിന്നെന്താ വേണ്ടത്? ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ പേഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യാനും പിന്നെ പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് വേണം? ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് വേണം. പിന്നെ എന്ത് വേണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അവരാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ ആ ഹോസ്പിറ്റലിന് പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും വേണം. അപ്പോൾ എന്ത് വേണം? ഒരു പ്രോപ്പർ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വേണം. ഓക്കെ, സബ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഫസ്റ്റ് വണ്ണാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യുന്നത്? ഇറ്റ് റെക്കോർഡ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ഓൾ റെക്കോർഡ്സ് ഓഫ് ഫയൽസ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ എല്ലാ ഫയലും റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്താണ് ഇവരുടെ ഡ്യൂട്ടി? ഇവർ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർമുലേറ്റ് ചെയ്യും.
അപ്പം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും ഒരു ഡിസീസിന്റെ ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ചൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ക്യാൻസർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏത് തരം ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നോ അങ്ങനെയൊക്കെയുള്ള മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ എന്താണ്, സെർവ്സ് റെഫറൻസ് ഫോർ ഫ്യൂച്ചർ പർപ്പസ് അല്ലെ, ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, നമ്മൾ ഡേറ്റ എല്ലാം റെക്കോർഡ് ചെയ്യുന്നു, പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോയി, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് ആ സമയം വരുമ്പോൾ മുമ്പത്തെ റെക്കോർഡിക്കൽ ഡേറ്റാസ്, മുമ്പത്തെ ലാബ് റിസൾട്ട്സ് ഇത് വെച്ച് കമ്പയർ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ് അല്ലേ. പിന്നെന്താ, ഇതിനുള്ള സ്റ്റാഫ്, ഏതൊക്കെ സ്റ്റാഫാണ് ഉണ്ടാവുക? മെഡിക്കൽ റെക്കോർഡ് എക്സിക്യൂട്ടീവ്, മെഡിക്കൽ റെക്കോർഡ് ഇൻചാർജ്. അപ്പൊ ഇവരൊക്കെ ആയിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഇസ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അവരെന്താ ചെയ്യുക? ദി ഡയറക്ട്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ് വെൻ ദി ഫസ്റ്റ് അറൈവ് അല്ലേ. ആദ്യം പേഷ്യന്റ് വരുമ്പോൾ തന്നെ അവർ കാണുന്ന ഒരു സ്ഥലമാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അവർ ഡയറക്റ്റ് ആയിട്ട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ അതായത് സ്റ്റാഫ്സ് ആർ വെരി വിസിബിൾ. പിന്നെ അതുപോലെ എന്താണ്, സെൻട്രൽ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആണ്. അതായത് അവിടെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും അല്ലെ. എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ നമുക്ക് പറ്റും. പിന്നെ അതുപോലെ എന്താണ്, സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്റ്റാഫ് ഉണ്ടാവും അവിടെ? ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്, ഫ്രണ്ട് ഓഫീസ് മാനേജർ, പിന്നെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ബില്ലിംഗ് എക്സിക്യൂട്ടീവ്. ഈ പോസ്റ്റുകളായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസിൽ ഉണ്ടാവുക. The third one is the materials and purchase department. Here what happens is that supervision of materials like planning, purchasing, store and inventory control, care and preservation അല്ലേ. ഈ മെറ്റീരിയൽസിന്റെ എന്തൊക്കെ വാങ്ങിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യും, അതവിടെ സ്റ്റോർ ചെയ്യും, അതിന് ഇൻവെന്ററി എടുക്കും. ഇൻവെന്ററി എന്താണ്? അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് അല്ലേ, ഇനി എത്ര വാങ്ങിക്കണമെന്നോ അല്ലെങ്കിൽ എത്ര നാളത്തേക്കുള്ളത് ഉണ്ടെന്നോ എന്നെല്ലാം നമ്മൾ പ്രോപ്പർ ഇൻവെന്ററി കൺട്രോൾ എടുക്കുന്നു. അതെവിടെയാണ്? മെറ്റീരിയൽസ് ആൻഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്താണ്? ഇവരുടെ പ്രോപ്പർ കെയർ അല്ലെ. ഓരോ സാധനങ്ങളും പ്രോപ്പറായിട്ട് ഈ വലിയ മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വലിയ മെറ്റീരിയൽസ് മാത്രമല്ല എല്ലാ മെറ്റീരിയൽസിനും പ്രോപ്പറായിട്ട് കെയർ വേണം. മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർ കെയർ വേണം അല്ലേ. അതുപോലെ അതിന്റെ പ്രിസർവേഷൻ ഒക്കെ. പിന്നെ അതുപോലെ എന്താണ്, സെൻട്രലൈസ് പർച്ചേസ് സിസ്റ്റം. സെൻട്രലൈസ് പർച്ചേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും അല്ലേ ഒരു ഹോസ്പിറ്റലിൽ. അവരായിരിക്കും ഇത് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവരെന്താ ചെയ്യുക? ഇവർ അതാത് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഇതിനെ കൊടുക്കുകയായിരിക്കും ചെയ്യുന്നത്. അതാണ് സെൻട്രലൈസ് പർച്ചേസിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, സ്റ്റാഫ് ഏതൊക്കെ സ്റ്റാഫ് ഉണ്ടാവും ഇവിടെ? പർച്ചേസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് എക്സിക്യൂട്ടീവ്, പിന്നെ അതുപോലെ അസിസ്റ്റന്റ് പർച്ചേസ് മാനേജർ. ഇവരൊക്കെ ആയിരിക്കും ഇവിടുത്തെ സ്റ്റാഫ്. Fourth one is the human resource management department. It is responsible for assortment of personal wants. അതായത് എന്താണ്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള ആൾക്കാരെ അസോർട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്ത് അവരെ ചൂസ് ചെയ്ത് അവരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. പിന്നെ ഹാൻഡിൽ ഓൾ ഓപ്പറേഷൻസ് ദാറ്റ് ആർ പേഴ്സണൽ റിലേറ്റഡ്. സ്റ്റാഫിനെ റിക്വയർഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അല്ലെ, പേഴ്സണൽ വോൺസ് ഉള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കും. പിന്നെ അതുപോലെ അവർ സ്പെസിഫിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹയറിംഗ് ആണ്. അപ്പോൾ അതായത് പൊസിഷൻസിലേക്ക് അതിന്റെ റിക്വയർമെന്റ്സിന് മീറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെ ഹയർ ചെയ്യുക എന്ന് പറയുന്നതാണ് അവരുടെ സ്പെസിഫിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാഫ് ആരൊക്കെ ആയിരിക്കും? HR മാനേജർ ഉണ്ടാവും, ഒരു HR എക്സിക്യൂട്ടീവ് ഉണ്ടാവും, HR അസിസ്റ്റന്റ് ഉണ്ടാവും, പിന്നെ അസിസ്റ്റന്റ് HR ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ്. Fifth one is the guest and public relation department. ഇവരെന്താ ചെയ്യുക? They are responsible for implementation of hospital marketing program, advertising, communication and patient satisfaction monitoring. അത് എന്താ ഇവർ ചെയ്യുന്നത്? അപ്പോൾ ഹോസ്പിറ്റലിലെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഇവരായിരിക്കും. അഡ്വർടൈസ്മെന്റ് കൊടുക്കും, പിന്നെ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മോണിറ്ററിങ്. എങ്ങനെയാണ്? നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കയ്യിൽ ഒരു ഫോം ഒക്കെ കൊണ്ടുതരാറുണ്ട് അല്ലേ, അപ്പോൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവരായിരിക്കും. പിന്നെ ദേ ഹെൽപ്സ് അച്ചീവ് സോഷ്യോ എക്കണോമിക് ഗോൾസ് അല്ലേ. നമ്മുടെ സൊസൈറ്റിയുടെ ഗോൾസിന്, അവരുടെ റിക്വയർമെന്റ് ഗോൾസിന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവരായിരിക്കും. പിന്നെ അതുപോലെ എന്താണ്? ഹെൽപ്സ് പേഷ്യന്റ് വെൽബീയിങ് ആൻഡ് സ്പീഡി റിക്കവറി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നതെല്ലാം ഇവരായിരിക്കും. പിന്നെ ഇവിടെ സ്റ്റാഫ് ആരൊക്കെ ആയിരിക്കും? പബ്ലിക് റിലേഷൻ ഓഫീസർ ഉണ്ടാവും, പബ്ലിക് റിലേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് ഉണ്ടാവും, പിന്നെ അതുപോലെ കസ്റ്റമർ റിലേഷൻ ഓഫീസർ ഉണ്ടാവും. ഓക്കെ. The sixth one is the finance department. അവരെന്താ ചെയ്യുന്നത്? കളക്ട് റവന്യൂ, പേ ബിൽ ആൻഡ് പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ദാറ്റ് ഹെൽപ് ടു മേക്ക് ദ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇവരാണ് ഈ റവന്യൂ കളക്ട് ചെയ്യുകയും അല്ലെ പേഷ്യൻസിൻ്റെ എന്നുള്ള
എമൗണ്ട് കളക്ട് ചെയ്യും, പല വിധത്തിൽ വരുന്ന എമൗണ്ട് എല്ലാം കളക്ട് ചെയ്യും. പിന്നെ അതുപോലെ എന്ത് ചെയ്യും, ബില്ല് പേ ചെയ്യും. നമുക്ക് പല തരം സാധനങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള വാങ്ങിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ അതിനുള്ള ബില്ല് നമ്മൾ പേ ചെയ്യും. പിന്നെ പ്രൊവൈഡ്സ് ആൻ ഓവർവ്യൂ ഓഫ് ദ ഫൈനാൻഷ്യൽ റെക്കോർഡ്, അതായത് ഇപ്പോൾ നമ്മൾ ലോസിലാണോ അതോ നമ്മൾ ടാലി ആയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലാണോ പോകുന്നത്. ആൻഡ് ദാറ്റ് ഹെൽപ്പ് ടു മേക്ക് ദ ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ. അങ്ങനെ നമുക്ക് ഡേറ്റ നോക്കിയിട്ട് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇതിലുള്ള സ്റ്റാഫ് ആരൊക്കെയാണ്? ഫൈനാൻസ് മാനേജർ ഉണ്ടാവും, ഒരു എക്സിക്യൂട്ടീവ് ഫിനാൻസ് ഉണ്ടാവും അല്ലെ, ഫൈനാൻസ് എക്സിക്യൂട്ടീവ് ഉണ്ടാവും, പിന്നെ സീനിയർ അക്കൗണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, അടുത്തതായിട്ട് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്. ഇവരെന്താ ചെയ്യുന്നത്? എൻഷുർ ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് അല്ലേ. അപ്പം നോൺ ക്ലിനിക്കൽ സർവീസസിനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇവര് നല്ല ക്വാളിറ്റിയിലാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. പിന്നെ അതുപോലെ എന്താണ്, എൻഷുർ ക്ലീൻ സറൗണ്ടിങ്സ് ക്ലീൻ ആയിരിക്കണം, അപ്പോൾ അത് നോക്കും. പിന്നെ അതുപോലെ പീരിയോഡിക്കൽ അസസ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഓൺ ക്വാളിറ്റി ചെക്ക്, അപ്പം പ്രോപ്പർ ക്വാളിറ്റി ചെക്ക് നടത്തും. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ? ഒന്നാമത് ഹോസ്പിറ്റലിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്, പേഷ്യൻസിന്റെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഈ ക്വാളിറ്റി ചെക്ക് ആവശ്യമാണ് അല്ലേ. പിന്നെ അതുപോലെ എക്സിക്യൂട്ടിംഗ് ദ അക്രഡിറ്റേഷൻ ആക്ടിവിറ്റീസ്, അപ്പം അക്രഡിറ്റേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പം ഈ കാര്യങ്ങളെല്ലാം പീരിയോഡിക്കലായിട്ട് അസസ് ചെയ്യും, എന്നാലേ ഒരു പ്രോപ്പർ അക്രഡിറ്റേഷൻ നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പം ഈ അക്രഡിറ്റേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് നമുക്ക് ഡിമാൻഡ്സ് വെക്കും. അപ്പം ആ ഡിമാൻഡ്സ് എല്ലാം നമ്മൾ ഫോളോ ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ സക്സസ്ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്യുന്നതും അസസ് ചെയ്യുന്നതൊക്കെ ആരാണ്? ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ആരൊക്കെയാണ്? ഒരു ക്വാളിറ്റി കൺട്രോളർ ഉണ്ടാവും, പിന്നെ ക്വാളിറ്റി കോർഡിനേറ്റർ ഉണ്ടാവും, പിന്നെ ക്വാളിറ്റി എക്സിക്യൂട്ടീവ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാഫ്. അപ്പോൾ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സിൽ ഒരു ചെറിയ ടോപ്പിക് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ പിന്നെ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ്സും ഒക്കെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തതെന്ന്. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്